നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക എ രാജൻ, പ്രാൺ ഹോസ്പിറ്റൽ ഒരുവാതിൽ കോട്ടയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഗർഭാവസ്ഥയിലുള്ള സ്കാനിങ്ങിനെ പറ്റിയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു അമ്മയോ മുത്തശ്ശിയോ ഉണ്ടാകും. ഈ ഒരു സ്ഥിരം ഡയലോഗ് എല്ലാവരും കേട്ടിട്ടുള്ളതുമായിരിക്കും. ഞാനൊന്നും എൻ്റെ ഗർഭത്തിൽ ഒരു സ്കാന് പോലും എടുത്തിട്ടില്ല, എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നോർമലായി വന്നല്ലോ എന്ന്. അപ്പോൾ ശരിക്കും ഈ ഗർഭാവസ്ഥയിൽ സ്കാനിങ്ങിൻ്റെ ആവശ്യകതയുണ്ടോ? എന്നാൽ ഉണ്ട്. ഇന്നത്തെ കാലത്തെ നമ്മുടെ ജീവിതശൈലി, അതുപോലെ അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻ്റെ ലെവല്, PCOD മുതലായ ഹോർമോണൽ പ്രശ്നങ്ങൾ, പിന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ, പിന്നെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചുകൾ, ഫാസ്റ്റ് ഫുഡ് മുതലായവയുടെ അമിതമായ കൺസംഷൻ, ഇതുമൂലം കുഞ്ഞുങ്ങളിൽ ക്രോമസോമലായുള്ള അംഗവൈകല്യങ്ങൾ മാത്രമല്ല ഘടനാപരമായുള്ള അംഗവൈകല്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് പണ്ടുള്ള ആൾക്കാരെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഗർഭാവസ്ഥയിൽ കുഞ്ഞ് വയറിൽ ഓക്കെ ആയിരിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്കാനിംഗ് ആണ് അൾട്രാസൗണ്ട് സ്കാനിങ്. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് മൂലം കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഇല്ല, കാരണം ഇത് ശബ്ദരേഖ മാത്രം ഉപയോഗിച്ചിട്ടുള്ള സ്കാനിംഗ് ആണ്. അതുകൊണ്ട് ഇത് തികച്ചും കുഞ്ഞിന് സേഫാണ്. കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഈ സ്കാൻ കൊണ്ട് ഉണ്ടാകുന്നില്ല. എത്ര സ്കാനുകളാണ് ഒരു ഗർഭിണി എടുക്കേണ്ടത്? അപ്പോൾ ഇത് ഓരോരുത്തരുടെയും ഗർഭത്തിൻ്റെ റിസ്ക് ലെവൽ അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു സ്വാഭാവികമായ ഗർഭധാരണം ധരിച്ച ഒരു സ്ത്രീയാണ്, നിങ്ങൾക്ക് വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല, നിങ്ങളുടെ വയസ്സ് 35-ന് താഴെയാണെങ്കിൽ നിങ്ങളൊരു ലോ റിസ്ക് ഗർഭിണിയാണ്. ലോ റിസ്ക് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ മിനിമം 3 സ്കാനുകളെങ്കിലും എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ റിസ്കിൻ്റെ ലെവൽ കൂടുമ്പോൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ സ്കാനുകൾ എടുക്കാനായി സജസ്റ്റ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരട്ട കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് ഗർഭങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ ഇവർക്ക് കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതലായതിനാൽ 2 ആഴ്ചയിൽ ഒരിക്കലോ 3 ആഴ്ചയിൽ ഒരിക്കലോ നമുക്ക് സ്കാനിങ് ചെയ്ത് നോക്കേണ്ട ആവശ്യകത വരും. അതുപോലെ തന്നെ നിരന്തരമായ അബോർഷനുകൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് പ്രശ്നങ്ങളുള്ളവർ, കുഞ്ഞിന് വളർച്ച കുറവുള്ളവർ, കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ്, ഫ്ലൂയിഡിൻ്റെ അളവിന് കുറവ്, ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് കൂടുതൽ സ്കാനിങ് വേണ്ടി വന്നേക്കാം. എന്നാൽ ഒരു ലോ റിസ്ക് ആയിട്ടുള്ള ഗർഭിണി ഏതൊക്കെ സ്കാനുകളാണ് ഇമ്പോർട്ടൻ്റ് ആയും പ്രഗ്നൻസിയിൽ എടുത്തിരിക്കേണ്ടത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ സ്കാൻ 3.5 മാസത്തിൽ ചെയ്യുന്ന NT സ്കാനാണ്. NT സ്കാൻ എന്നാൽ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ. കുഞ്ഞിൻ്റെ കഴുത്തിന് പുറകിലുള്ള ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി എന്ന ഫ്ലൂയിഡ്, അതായത് ഒരു ദ്രാവകത്തിൻ്റെ അളവാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ അളവ് കൂടുന്തോറും കുഞ്ഞിന് ക്രോമസോമൽ പ്രശ്നങ്ങൾ, ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം മുതലായ ജനതീയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അളവ് കൃത്യമായി അൾട്രാസൗണ്ട് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ജനതിക സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി ഡബിൾ മാർക്കർ സ്ക്രീനിങ് എന്നൊരു ബ്ലഡ് ടെസ്റ്റ് കൂടി കൊടുക്കാറുണ്ട്. ഇതൊക്കെ സാധാരണ എല്ലാ ഗർഭിണികൾക്കും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് യൂണിവേഴ്സൽ സ്ക്രീനിങ് എന്നാണ് മെഡിക്കൽ ഭാഷയിൽ പറയുന്നത്. ഈ സ്കാനിലൂടെ കുഞ്ഞിന് അംഗവൈകല്യങ്ങളും ക്രോമസോമൽ പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഗർഭാവസ്ഥയിൽ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കാൻ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ, അത് അനോമലി സ്കാനാണ്. അനോമലി സ്കാൻ എന്നാൽ കുഞ്ഞിൻ്റെ ഘടനാപരമായുള്ള പ്രശ്നങ്ങൾ അഥവാ ഗ്രോസ് അനോമലീസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കാനാണ്. ഇത് 18 ആഴ്ച മുതൽ 20 ആഴ്ച വരെയാണ് ഈ സ്കാൻ ചെയ്യുന്നത്. അതായത് ഏകദേശം 5 മാസം പൂർത്തിയായ ഒരു ഗർഭിണിക്കാണ് അനോമലി സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതും അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്, തികച്ചും വേദനയില്ലാത്ത സ്കാനിങ് ആണ്. അപ്പോൾ ഈ സമയത്ത് കുഞ്ഞ് ഘടനാപരമായി ഫുള്ളി ഫോംഡ് ആയിരിക്കും. കുഞ്ഞിൻ്റെ തലച്ചോറ്, ഹാർട്ട്, ഉടല്, കൈകാലുകൾ, വൃക്ക മുതലായവയാണ് കൂടുതലായും നോക്കുന്നത്. ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് മുതലായ അംഗവൈകല്യങ്ങളും ഇതിൽ സ്ക്രീനിങ്ങിൽ ഉൾപ്പെടും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വളരെ എക്സ്പെർട്ടീസ്, ഈ സ്കാൻ ചെയ്യാൻ എക്സ്പെർട്ടീസുള്ള ഫീറ്റൽ മെഡിസിൻ്റെ ഡോക്ടർ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സോണോളജിസ്റ്റ് ആയിരിക്കും ഈ സ്കാനുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ കുഞ്ഞിൻ്റെ ഒട്ടുമിക്ക 80% ഘടനാപരമായ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മാത്രമല്ല ഹാർട്ടിലുണ്ടാകുന്ന 50% പ്രശ്നങ്ങൾ അനോമലി സ്കാൻ ചെയ്യുന്നതിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൽ ഏതൊക്കെ കുഞ്ഞിന് ജീവന് ഹാനികരമായുള്ള അനോമലീസ് എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗർഭഛിദ്രം ചെയ്യാനുള്ള ഒരു സേഫ് ഏജ് ഗ്രൂപ്പും കൂടിയാണ് ഈ 18 മുതൽ 20 ആഴ്ച വരെയുള്ള ഗർഭം. പിന്നെ ഹാർട്ടിന് പ്രശ്നങ്ങൾ അഥവാ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് ആ സ്റ്റേജ് തൊട്ടേ നമുക്ക് പ്ലാനിങ്ങിന് സഹായിക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അനോമലി സ്കാൻ ചെയ്യേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ.
ഇനി മൂന്നാമതായ ഒരു പ്രധാനപ്പെട്ട സ്കാൻ ഏതാണെന്ന് വെച്ചാൽ 9 മാസം പൂർത്തിയായ ഗർഭിണി, അതായത് 36 ആഴ്ച ഗർഭമുള്ള സ്ത്രീക്ക് ചെയ്യുന്ന ഗ്രോത്ത് സ്കാനാണ്. എന്തിനാണ് ഈ സമയത്ത് ഒരു സ്കാനിൻ്റെ ആവശ്യകത? കുഞ്ഞിൻ്റെ പൊസിഷൻ നോർമൽ ഡെലിവറിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണോ, കുഞ്ഞിൻ്റെ ചുറ്റുമുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് നോർമലാണോ, അതുപോലെ രക്തയോട്ടം, മറുപിള്ളയുടെ പൊസിഷൻ, ഇവയൊക്കെ അളക്കാൻ വേണ്ടി ആണ് ഈ സ്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. മാത്രമല്ല വളരെ ലേറ്റായി കണ്ടുവരുന്ന ചില ഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവയെയും നമുക്ക് ഈ 9 മാസത്തെ സ്കാനിൽ പിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗർഭിണിയെ ചിലപ്പോൾ നമുക്ക് നേരത്തെ പ്രസവിപ്പിക്കേണ്ടി വരും, ഡേറ്റ് വരെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ 3 സ്കാനുകളും മസ്റ്റായും ഏതൊരു ഗർഭിണിയും ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ റിസ്കിൻ്റെ ലെവൽ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഓബ്സ്റ്റിട്രീഷ്യൻ നിങ്ങളോട് കൂടുതൽ സ്കാനുകൾ എടുക്കാൻ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ ഇത് ഓരോരോ ഗർഭിണിക്കും വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഈ അനോമലി സ്കാനുകളും NT സ്കാനും മറ്റ് സ്കാനുകളും ചെയ്യുന്നതിലൂടെ അംഗവൈകല്യങ്ങളും ഘടനാപരമായ പ്രശ്നങ്ങളുമുള്ള കുട്ടികൾ ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാ അമ്മമാർക്കും സുഖകരമായ ഒരു മാതൃത്വത്തിലേക്കും അംഗവൈകല്യമില്ലാതെ ഒരു ജീവിതം നയിക്കാൻ, കുഞ്ഞുങ്ങളുമൊത്ത് സന്തോഷമായി ജീവിക്കാനുള്ള ഒരു സാധ്യതയുമാണ് തുറന്നു കാട്ടുന്നത്.